ഈസി ആയിട്ട് ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ. അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. നിങ്ങളൊക്കെ ഈ മുട്ട കഴിക്കുന്ന സമയത്തെ മുട്ടേൻ്റെ മഞ്ഞ മാറ്റിയിട്ട് ആ വെള്ളപ്പോഷം മാത്രം കഴിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ മുട്ടേൻ്റെ മഞ്ഞയും കൂടെ കഴിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചി ചതച്ചതും 5 വെളുത്തുള്ളി ചതച്ചതും 2 എരിവുള്ള പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1-2 മിനിറ്റ് കൊണ്ട് സവാള നന്നായി വാടി വരും. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട റെഡിയാക്കാം. ഞാനിവിടെ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെള്ള പോർഷൻ ചെറുതായി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ മഞ്ഞതാ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ടായിരിക്കും. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി വളരെ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ വഴന്ന് നല്ല സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇവയെല്ലാം ചേർത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം നല്ലപോലെ മിക്സാക്കി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 30 സെക്കൻഡ് ആകുമ്പോഴേക്കും കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരിക്കേ ആ സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫൈനലി നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞ പോലെ മുട്ടയുടെ മഞ്ഞ കഴിക്കാൻ മടിയുള്ളവർക്കൊക്കെ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.